ഈ ഒരു മസാല ഷവായ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. പിന്നെ നിങ്ങൾ ഒരിക്കലും പുറത്ത് പോയിട്ട് കഴിക്കൂല. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിതാ ഒരു 25 വറ്റൽമുളക്, 1 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് വിനാഗിരി ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ചിക്കന് 4 ഷവായ പീസാക്കി എടുത്തിട്ടാണുള്ളത് ഞാൻ. അപ്പോൾ അത് മൊത്തമായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുതിരാൻ വെച്ച മുളക് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതേ മിക്സിയിലെ ജാറിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു തക്കാളിയും, ഒരു 10 ചെറിയ ഉള്ളിയും, കുറച്ച് മല്ലിയിലയും, പിന്നെ ഒരു മാഗി ക്യൂബും ഇട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇത് ഫുള്ളായി അരച്ചെടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വരഞ്ഞ് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്കിതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിതെടുത്തിട്ട് നമ്മുടെ പ്രഷർ കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ വന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ ഞാനിത് ഫുള്ളായി കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാലയും എല്ലാം മൊത്തത്തിലിട്ടിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെക്കാം. 2 വിസിൽ വന്ന് കഴിഞ്ഞ പാടെ നമ്മൾ തുറക്കാൻ പാടില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ തന്നെ ചിക്കൻ പീസ് മാത്രം എടുത്തിട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഒരു ചിക്കൻ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിത് ഷവായേൻ്റെ പീസാക്കിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ അത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ നമ്മുടെ കുക്കറിൽ വന്ന ആ മസാല ഒഴിച്ചു കൊടുക്കാം. അത് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ആദ്യം ആ മസാല നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കന് വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും നമുക്ക് മസാല തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും കേട്ടോ. ഇത് നല്ല ചപ്പാത്തീൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും അതുപോലെ തന്നെ നല്ല അടിപൊളി മന്തി റൈസിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.